ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പന്തുകളിയും കാർഡ്സുകളെയുമാണെന്നാണ് ലാലേട്ട ഞാൻ ഓർത്തത്. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഫസ്റ്റ് വീക്കിൽ. പോയ കിളിയൊന്നും തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. ഇവിടുത്തെ ഗെയിം എന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ലാലേട്ടനോട് പറഞ്ഞത് മറ്റാരുമല്ല, കോമണർ നിഷാനെയാണ്. അപ്പൊ ലാലേട്ട പറയുന്നുണ്ട്, എത്രയോ ആളുകളിൽ നിന്നുമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, അപ്പൊ നിങ്ങൾ അവരുടെ അവസരം കളയുന്നത് പോലെ സംസാരിക്കരുത് എന്ന. പിന്നെ ലാലേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് പരിഹസിക്കുന്നുമുണ്ട്. അല്ല, പിന്നെ നിങ്ങളൊന്ന് ഓർക്കണം, ഇത്രയും അൺഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോഴാണ് അത്രയും കണ്ടന്റുകൾ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരാൾ ഔട്ട് ആവുന്നത്. അതും പോട്ടെ എന്ന് വെക്കാം, ഷോ എന്താണെന്ന ഒരു മിനിമം ധാരണയുള്ള അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ടുകൾ അറിയാവുന്ന ആളുകളെ കയറ്റി വിട്ടൂടെ. അല്ലാതെ ബിഗ് ബോസ് പന്തുകളെയും കാർഡ്സുകളെയും ആണെന്ന് വിചാരിച്ചു വന്നാൽ ഇതേപോലെ പ്രേക്ഷകർ ഏറെ കയറ്റും. നിഷാനെ സംബന്ധിച്ചിടത്തോളം ഹൗസിൽ കയറുന്നതിന് മുമ്പേ തന്നെ എയറിലായ ഒരാളാണ്. പക്ഷെ അപ്പോഴും ഞാൻ ആ ഒരു പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആവുമെന്ന് വെച്ചിട്ടാണ്. എന്നിട്ടാണ് സാക്ഷാൽ ലാലേട്ടന്റെ മുന്നിൽ ഇത്രയും മണ്ടത്തരം വിളിച്ചു പറയുന്നത്. നിഷാനെ ഇന്നലെ ഇത് പറഞ്ഞു കേട്ടപ്പോൾ നല്ല ചിരിയാണ് വന്നത്. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് പുറത്തുണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ. അവരെ എല്ലാം ഒഴിവാക്കി നിഷാനെ പോലെ ഒരു വിവരവും ഇല്ലാത്ത ആളുകളെ കോമണറായിട്ട് കയറ്റിയപ്പോൾ അവരുടെയൊക്കെ അവസരങ്ങൾ കൂടിയാണ് പോയത്. അത് ലാലേട്ടനും നല്ല ഭംഗിയായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ റോക്കിയും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് കേട്ടു. നിങ്ങളെ അടുത്ത ആഴ്ച നോമിനേഷനിൽ ഇടാൻ പറ്റില്ലല്ലോ, നിങ്ങൾ പവർ ടീമായി പോയില്ലേ. ആ ഒരു പവർ ടീമിന്റെ ബാഡ്ജ് വേറുള്ള ഒരാൾക്ക് കൊടുത്ത് വേറുള്ളവർക്കും അവസരം കൊടുക്കാം. ഇത് റോക്കി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നത്. കാരണം ബിഗ് ബോസ് എന്താണെന്നോ അതിന്റെ ഒരു മൈൻഡ് ഗെയിം ആസ്പെക്ടോ ഒന്നും അറിയാത്ത ഒരാള് പവർ ടീമിൽ നിൽക്കാൻ പോയിട്ട് ആ ഹൗസിൽ തന്നെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. നോമിനേഷനിൽ വരേണ്ടതായിട്ടിരിക്കുന്നു. 2 ആഴ്ചത്തെ ഇമ്മ്യൂണിറ്റിയാണ് ഷോയെ കുറിച്ച് ഒരു വാഴയ്ക്ക് അറിയാൻ മേലാത്തൊരു കണ്ടസ്റ്റന്റിനെ കിട്ടിയത്. 2 ആഴ്ച. നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഹിന്ദിയിലോ തമിഴിലോ വല്ലതും അപ്പോഴേ പിടിച്ച് പുറത്താക്കിയാണ്.